മനസ്സിനെ വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു വാർത്ത പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. വളരെ നമുക്ക് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. ഒരുപാട് സ്ത്രീകൾ, നമ്മുടെ സഹോദരിമാർ, ഇതുപോലെ പ്രസവ സംബന്ധമായ അസുഖത്തിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെ തുടർന്ന് മരണപ്പെടുന്നുണ്ട് കേട്ടോ. ആ മരണപ്പെടുന്നത് കൂടുതലും വീടുകളിൽ പ്രസവം നടത്തുന്ന ആളുകളാണ് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും വീട്ടിൽ ഈ പ്രസവം നടത്താൻ തയ്യാറാവുന്ന ചില സ്ഥലങ്ങളുണ്ട് കേട്ടോ. മലപ്പുറം ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഈ രീതിയിൽ വ്യാപകമായ രീതിയിൽ മറ്റ് അടുത്തുള്ള ജില്ലകളിൽ നിന്നോ അതേപോലെ തന്നെ ലക്ഷദ്വീപിൽ നിന്നോ ഒക്കെ ഉള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് ഈ സുഖപ്രസവം വീടുകളിൽ എന്നുള്ള രീതിയിൽ പ്രചരിപ്പിച്ച് കൊണ്ടുവരുന്നതായിട്ട് പോലും പറഞ്ഞു കേൾക്കുന്നു. ഏറ്റവും അപകടകരമായ ഒരു യഥാർത്ഥത്തിൽ ഒരു സാഹചര്യമാണത്. ആ സാഹചര്യത്തെയൊക്കെ തരണം ചെയ്യാനാണ് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ ഈ ആശാമാരെ, ഇപ്പോൾ ആശ എന്ന് പറയുന്നത് നമുക്ക് പറയാനൊക്കത്തില്ല, അവർ മുട്ടയടിച്ച് അവിടെ വെയിലത്തും മഴയത്തും ഒക്കെ തെരുവിലാണ്. എന്നാലും അവർ പോയി അവരുടെ ജോലിയൊക്കെ നിർവഹിക്കാറുണ്ട്. ആ രീതിയിൽ അവർ ഈ ഗർഭിണികൾക്ക് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ കൊടുക്കും. ഇവിടെ അസ്മ എന്ന് പറയുന്ന ഒരു 35-കാരി, അവരൊക്കെ വിവാഹം കഴിച്ചിരുന്നത് അവർ പെരുമ്പാവൂർക്കാരിയാണ്. അവർ വിവാഹം കഴിച്ചുകൊണ്ട് പോയത് ഒരു ആത്മീയ ചിന്തകനും എന്നറിയപ്പെടുന്ന, ആത്മീയ പ്രഭാഷകനും മതപ്രഭാഷകനും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സിറാജുദ്ദീൻ എന്ന് പറയുന്ന ഒരു ആലപ്പുഴക്കാരനാണ്. ഇയാൾ കല്യാണം കഴിച്ച് ഈ സ്ത്രീയായിട്ട് മലപ്പുറത്തുള്ള കൊടൂരിലൊരു വാടക വീട്ടിൽ ആയിരുന്നു താമസം. ഇതിൻ്റെ 5ാമത് ഗർഭം ധരിക്കുകയാണ് ഈ സ്ത്രീ. പക്ഷേ ഇത് ഗർഭിണിയാണെന്ന് ആർക്കൊക്കെ സംശയം ഉണ്ടായിട്ടും ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ടില്ല. ആശമാരെ ഇവരെ സമീപിച്ചിട്ടുണ്ട്. ഗർഭമില്ല എന്നുള്ളതാണ് അവർ ഒളിവാക്കിയേക്കുന്ന കാര്യം. അപ്പോൾ ഗർഭിണി ഏതെന്നും അറിയിച്ചില്ല. അവസാനം എന്താ, ഇവർ അവിടെ വീട്ടിൽ പ്രസവിക്കുകയാണ്. എന്നിട്ട് ആ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ ആ ചോര പോലും തുടച്ചു മാറ്റാൻ ഉണ്ടായിട്ടില്ല. വീട്ടിലാണ് പ്രസവം. ഇതിൻ്റെ പിറകിൽ ആരൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷണം നടത്തേണ്ട കാര്യം തന്നെയാണ്. എന്നിട്ട് എന്താ, ഈ സിറാജുദ്ദീൻ പതുക്കെ ഇതിനെ ഒരു പായ് പൊതിഞ്ഞ് കെട്ടി, സ്ത്രീ അങ്ങ് മരിച്ചു കേട്ടോ, അതിനെ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കെട്ടി ഒരു ആംബുലൻസിനകത്ത് കയറ്റി ഈ കുഞ്ഞിനെ ഈ ശവശരീരവുമായിട്ട് നേരെ അറക്കപ്പടിയിൽ ഉള്ള പെരുമ്പാവൂർ ആ വീട്ടിൽ കൊണ്ടുവന്നു. അവരെ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഇതിനെ ആശുപത്രി കൊണ്ടുപോകാതിരുന്നതിന് അവിടെ എന്തോ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇവന് 2 അടിയൊക്കെ കിട്ടിയെന്ന് പറയപ്പെടുന്നു. എനിക്ക് അറിഞ്ഞൂടാ, 2 കിട്ടിയാൽ പോരാ, ആ രീതിയിലാണ്. കാരണം ആ പെണ്ണിനെ കൊലയ്ക്ക് കൊടുത്തല്ലേ. ആ സ്ത്രീ എന്ത് ചെയ്തിട്ടാണ്? ഈ ഭർത്താവ് പറയുന്നത് അനുസരിക്കാൻ പോയതല്ലേ കുഴപ്പം. ആ രീതിയിൽ ആശുപത്രി കൊണ്ടുപോകാതെ എന്തുമാത്രം വേദന സഹിച്ചും കഷ്ടപ്പെട്ടുമായിരിക്കും അവർ മരണപ്പെട്ടതെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. പ്രസവത്തിൽ ഇത്രത്തോളം സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എല്ലായിടത്തും മെഡിക്കൽ കോളേജുകളുണ്ട്, ആശുപത്രികൾ ധാരാളമുണ്ട്. അവിടെയൊക്കെ കൊണ്ടുപോയി അവർക്ക് ശരിയായ ചികിത്സ നൽകി ആ മോഡേൺ രീതിയിലുള്ള എല്ലാ എക്യുപ്മെൻസിൻ്റെ സഹായമൊക്കെ കൊടുത്ത് അവർക്ക് ഈ പ്രസവമൊക്കെ എടുത്തിരുന്നെങ്കിൽ ഈ മരണങ്ങൾ ഒരുപാട് നമുക്ക് തടയാൻ പറ്റില്ലേ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ബോധമില്ലാത്തവന്മാർ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അങ്ങനെ ആകരുത്, വിഡ്ഢിത്തമാണ്. അപ്പോൾ അക്യുപഞ്ചർ എന്ന് പറയുന്ന ചികിത്സാവേദി പല രോഗങ്ങൾക്കും ഒക്കെ നല്ലതാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അക്യുപഞ്ചർ മൂലം പ്രസവം എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും. അത് നടത്തുന്ന സ്ഥലമാണിത് എന്നാണ് പറയപ്പെടുന്നത്. ഇതേപോലുള്ള ചില പേരുകളും ഒക്കെ ഇട്ട് ഒരു പ്രത്യേക പേരിലുള്ള സുഖപ്രസവം നടത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഏറ്റുപിടിച്ചേക്കുന്ന കുറേ ആളുകളുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഇതിന് ഇനിയിപ്പോൾ ഒരു സ്ത്രീ ആശുപത്രി പോയില്ല എന്ന് പറഞ്ഞാൽ അവരെ പേര് കേസൊന്നും എടുക്കാൻ ഒക്കത്തില്ല. അതാണ് ഈ പ്രശ്നം. പക്ഷേ ഇവർ മരിച്ചു കഴിഞ്ഞാണല്ലോ, ഈ ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നവൻ ഇവരെ ഈ മരണത്തിന് കൂട്ടുനിന്നവരുണ്ടല്ലോ, അവനെ പിടിക്കാൻ മാർഗമുണ്ട്. കാരണം അവർക്ക് വേണ്ട മെഡിക്കൽ കെയർ മനഃപൂർവ്വം കൊടുക്കാതെ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്നുള്ളതിന് അവൻ്റെ പേര് കേസെടുക്കാൻ പറ്റും. അത് നോക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ ഉണ്ടായാലും, മരണം എവിടെ ഉണ്ടായാലും ശരി, ആ രീതിയിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇത് അന്വേഷിക്കുകയും അവൻ്റെ പേരിൽ നടപടിയെടുക്കുകയും ചെയ്താൽ ഇത് കുറയും. ഇല്ലെങ്കിലുണ്ടല്ലോ, ഈ ആത്മീയ മതപ്രഭാഷകരൊക്കെ അങ്ങ് കൂടും.
ഇവരൊക്കെ എന്തോ മതമാണ് പ്രഭാഷിക്കുന്നത് നടന്ന്. ആശുപത്രി പോരുത്, ചികിത്സ എടുക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും നമ്മുടെ റസൂലിൻ്റെ ഏതെങ്കിലും ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്നിലുമില്ല. തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ്. സ്വയം പ്രഖ്യാപിത രാജാക്കന്മാരാണ് ഇവന്മാരൊക്കെ. പലപ്പോഴും ഇവര് അങ്ങ് പല കാര്യങ്ങളങ്ങ് ഏറ്റെടുക്കും. അത് അവർക്കൊക്കെ സ്വന്തമായിട്ട് ഈ പറയുന്നവന്മാർ, അതായത് ഇതിൻ്റെ മണ്ടയിൽ ഇരുന്നുകൊണ്ട് ചില പറയുന്ന ചില നേതാക്കന്മാരുണ്ട്. അവർക്കൊക്കെ അസുഖം വന്ന് അവർ ആശുപത്രിയിൽ പോയി കിടക്കും. നേരെ മറിച്ച് ഈ അണികളുണ്ടല്ലോ, ഈ കേൾക്കാൻ വിധിക്കപ്പെട്ട ഈ പാവങ്ങൾ, അവരൊക്കെ ഉണ്ടല്ലോ, ഇവർ പറയുന്നത് കേട്ട് ദിക്കറുമൊക്കെ ചൊല്ലിയിരുന്നു അന്നാ മതി, ഇച്ചിരി വെള്ളമൊക്കെ ഓതിയത് കൊടുത്ത് അതും വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അസുഖമൊക്കെ മാറും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് മാറണം. അങ്ങനെയല്ല വേണ്ടത്. ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യപരമായിട്ട്. അത് സംരക്ഷിക്കാനായിട്ട് സർക്കാർ തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ധാരാളം ആശുപത്രികളുണ്ട്. എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ പ്രസവം എന്ന് പറയുന്നത് വളരെ ലളിതമായൊരു പ്രക്രിയയാണെന്ന്. അതൊരിക്കലും ലളിതമായൊരു പ്രക്രിയ അല്ല, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. പ്രസവത്തിൻ്റെ ഏതവസരത്തിലും അപകടങ്ങളുണ്ടാവാം. അപകടങ്ങളെന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതിരിക്കുന്ന ഉള്ള ചില സംഭവങ്ങൾ. ഇപ്പോൾ ഈ കുഞ്ഞു വെളിയിൽ വരുന്നു, അതിൻ്റെ കഴുത്തിൽ അമ്പിലുകൾക്കോട് ചുറ്റിക്കിടക്കുന്നു, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് വളരെ വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ആ കുഞ്ഞ് മരണപ്പെടാം, അതിൻ്റെ കഴുത്ത് മുറിവേറ്റ്. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറുടെ സാന്നിധ്യം അങ്ങനെയുള്ള സമയത്ത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഡോക്ടറോ അല്ലെങ്കിൽ അതുപോലുള്ള നഴ്സുമാരോ ഒക്കെ വേണം. പിന്നെ ഇത് കൂടാതെ ഈ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണഗതിയിൽ ഈ സ്ത്രീകളുടെ ഈ ഗർഭപാത്രം അത് സ്വമേധയാ ചുരുങ്ങും. അങ്ങനെയാണ് പ്രകൃതി കൊടുത്തേക്കുന്നത്. പക്ഷേ ചില കേസുകളിൽ ചുരുങ്ങത്തില്ല. ഇത് ചുരുങ്ങിയില്ലെങ്കിൽ കുഴപ്പം എന്താണെന്നറിയോ? അമിതമായ രക്തസ്രാവം ഉണ്ടാവും. അപ്പോൾ ആ രക്തം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത് ബ്ലോക്ക് ചെയ്ത് ആ രക്തം നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഈ പേഷ്യൻ്റ് മരിച്ചു പോകും. ഇവിടെ തന്നെ ഈ ആസ്മ മരിച്ചത് എന്താ കാര്യം? 3 മണിക്കൂർ രക്തം മാറുന്നു കിടന്നു ഈ സ്ത്രീ. അത് ആ പെൺകുട്ടി അനുഭവിച്ച ആ ബുദ്ധിമുട്ടൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നിട്ട് അതിന് ബോധം പോയി അങ്ങനെ കിടന്ന് അങ്ങനെ മരണപ്പെട്ടതാണ്. അതായത് 6 മണിക്ക് തുടങ്ങിയത് 9 മണിയായപ്പോൾ അത് മരിച്ച് വൈകുന്നേരം രാത്രി. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരുന്നതാണ് ഈ പറയുന്ന ഉദ്യോഗസ്ഥനുണ്ടല്ലോ, അതായത് ആത്മീയ പ്രഭാഷകൻ എന്നല്ല, ആത്മീയ ചികിത്സകൻ. അവന് സ്വന്തമായിട്ട് ചികിത്സിക്കാൻ അറിയാം. അവന് വല്ല സൂക്കേടും വരട്ടെ, അന്നേരം അവൻ കൊണ്ട് ഓടുന്നതാണ് നമുക്ക്. ഈ പെൺകുട്ടിയെ മരണത്തിലേക്ക് അവൻ തള്ളിവിട്ടതാണ്. ഇനി ഇത് മാത്രമല്ല, ഇതേപോലുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഈ പ്രസവത്തിൽ ഉണ്ടാവാം. പിന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിലായാലും അതുപോലെ തന്നെ. പിന്നെ വേറെ കാര്യമുണ്ട്, ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഈ ബ്ലഡ് പ്രഷർ, രക്തസ്രാവം ഉണ്ടാവാം. അത് കൂടാതെ രക്തസമ്മർദ്ദം കൂടാം. എപ്പോഴും രക്തസമ്മർദ്ദം വളരെയധികം ചിലപ്പോൾ കൂടിപ്പോകും. രക്തസമ്മർദ്ദം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്താണെന്നറിയോ? ഈ ബ്രെയിനിലൊക്കെ ഹെമറേജ് ഉണ്ടാവും, അതായത് രക്തസ്രാവം ഉണ്ടാവും. അങ്ങനെയും മരണം സംഭവിക്കാം. അല്ലെങ്കിൽ ഈ അപസ്മാരം പോലുള്ള സംഗതികൾ ഉണ്ടാവാം, ഈ ഒരുപാട് സമ്മർദ്ദം വലുതായിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ. അപ്പോൾ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു യഥാർത്ഥത്തിൽ മെഡിക്കൽ സ്റ്റാഫ് നിർബന്ധമായിട്ട് അവരുടെ പ്രസൻസ് വേണം. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ഒക്കുമ്പോൾ ഇതേപോലെ ഈ വിവരക്കേടുകൾ കാണിക്കുന്നവന്മാർക്ക് ഈ സ്ത്രീകളെ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്ത് ചെയ്യാനൊക്കും? ഇവനെ അനങ്ങാതെ രഹസ്യമായിട്ട് ഇതിനെ പായി പൊതിഞ്ഞു കെട്ടി അതിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് രഹസ്യമായിട്ട് അങ്ങ് കുഴിച്ചുകൂടാനായിരുന്നു പരിപാടി. പക്ഷെ അത് നടന്നില്ല. അതൊരാൾ വിചാരിച്ച്, ഇത്തിരി ഒരു പ്രായമുള്ള മനുഷ്യൻ വിചാരിച്ചുകൊണ്ട് അത് നടന്നില്ല. അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവന് പറയുക ഇത് പ്രശ്നമാകുമെന്ന് അവനറിയാം. അതുകൊണ്ട് ഇത് മാത്രമോ, ഇതിനെ ആരെയും കാണിക്കാതെ മൂടി പൊതിഞ്ഞ് റെഡിയാക്കി അകത്ത് വെച്ചേക്കാണ്. അവൻ്റെ ഭാര്യ മനുഷ്യരാരും കാണാൻ പാടില്ല. ഈ വൃത്തികെട്ടവന്മാരൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ലോകത്ത് ഇതൊക്കെ നടക്കത്തില്ലേ? ഇത് ആദ്യം നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളും അതുപോലെ ഈ ആത്മീയ ചികിത്സയൊക്കെ ഒഴിവാക്കണം. ആത്മീയ ചികിത്സകരെന്നും പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ എല്ലാം നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം, അഴിക്കുള്ളിലാക്കണം അവനെയൊക്കെ. ഈ ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞ ചികിത്സയൊന്നും ഇല്ല. ആദ്യം അത് മനസ്സിലാക്കണം. ആത്മീയ ചികിത്സ എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവന്മാരെയൊക്കെ ഉണ്ടല്ലോ, അടിച്ചോടിക്കണം. അതാണ് ചെയ്യേണ്ടത്. കാരണം ഇനി ഒരു പെൺകുട്ടിക്ക് ഇതുപോലുള്ളത് വരരുത്. ഏതായാലും നമുക്കൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. കാരണം നമ്മുടെ ലോകം ഒരുപാട് വളർന്നിട്ടുണ്ട്, നമ്മുടെ ചികിത്സാ സംവിധാനങ്ങളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളർന്നിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്കൊക്കെ മുമ്പോട്ട് നീങ്ങാം. നീങ്ങിയില്ലെങ്കിൽ അപകടമാണ്. ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലം പോലല്ല.
പണ്ട് വീടുകളിൽ പ്രസവിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഇതിപ്പോൾ ഈ പ്രസവത്തിൽ സാധാരണഗതിയിലെ ഈ ചികിത്സ കൊണ്ടും പ്രോപ്പർ കെയർ കൊണ്ടുമാണ് യഥാർത്ഥത്തിൽ ഈ മരണനിരക്ക് വളരെ കുറഞ്ഞത്. അത് യുവമാർക്കൊക്കെ ഒരു വളമായി. എന്താണെന്നറിയോ, ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല, ആശുപത്രി പ്രസവിച്ചാലും ഇവിടെ പ്രസവിച്ചാലും ഒരു കുഴപ്പവും നടക്കത്തില്ല എന്ന് പറയുക. ഇതൊക്കെ ഒന്ന് മാറണം. നമ്മൾ ആ രീതി ചിന്തിക്കരുത്. നേരെ ആശുപത്രി പോവുക, ചികിത്സ എടുക്കുക, ആ ചികിത്സാ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തുക. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. ഈ അസ്മായ്ക്ക് സംഭവിച്ച ദുര്യോഗം ഉണ്ടല്ലോ, ഇനി ഒരു പെണ്ണിന് സംഭവിക്കരുത്. ചികിത്സ കിട്ടാതെ മരിച്ചു പോകരുത്. ഈ കുട്ടി ചികിത്സ കിട്ടാതെ മരിച്ചു പോയതാണ് ഈ പെൺകുട്ടി. എവര് പ്രശ്നമൊന്നുമില്ല, അവൻ അടുത്ത ദിവസം വേറെ പെണ്ണ് കിട്ടും. അത് ആ കാഴ്ചപ്പാടൊക്കെ ഒന്ന് മാറണം. അതല്ല വേണ്ടത്. ഇത് ഇവനെ വെളിയിലേക്ക് വിടരുത്. ആ മരണത്തിലേക്ക് ഈ പെൺകുട്ടിയെ തള്ളിവിട്ടവൻ്റെതിരെ ശരിയായ നടപടി എടുക്കണം. അപ്പം നരഹത്യക്ക് പോലീസ് കേസെടുത്തെന്ന് പറയുന്നത് കേട്ടു, കുറ്റകരമായ നരഹത്യ. ശരിയാണ്, ഒരാളെ മരിക്കാൻ അനുവദിച്ച് വിടുക. കാരണം അതിന് പ്രോപ്പർ കെയർ കൊടുക്കാതെ, ട്രീറ്റ്മെൻറ്റ് കൊടുക്കാതെ അവൻ്റെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നല്ല ശരിയായ ഒഫൻസ് വരും. അതിന് ആ കേസ് എടുക്കണം. അതിന് വേണ്ട എല്ലാ നടപടികളും അവനെതിരെ എടുക്കണം.